ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലത്തെ ചായയൊക്കെ റെഡിയായി. അപ്പോൾ ചായയൊക്കെ ഒന്ന് ആറ്റിച്ചിട്ട് എല്ലാവർക്കും ചായ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്കും റേച്ചാനും ഞാൻ ലാപ്സിയും കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. പിള്ളേർക്കും ഡാഡിക്കും മാഗി മതിയെന്ന് പറഞ്ഞ്, പിള്ളേർക്കല്ലേലും മാഗി എന്ന് പറഞ്ഞാൽ അവരവരുടെ ജീവനല്ലേ. അപ്പം ഞാനിങ്ങനെ ചീനച്ചട്ടി വെച്ച് ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് സ്വല്പം കടുകും ഇച്ചിരി ഉഴുന്ന് പരിപ്പോട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല രീതിയിൽ ലാപ്സിയുടെ ഉപ്പുമാവിടെ റേച്ചാന് ഭയങ്കര ഇഷ്ടമാണ്. ഈ പിള്ളേർ കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് മാറ്റുന്നത്, ചെയ്യണ്ടെന്ന് വെക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തോന്നാലും അതുണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ സാധാരണ മിക്കവാറും ചെയ്യുന്നത് ലാപ്സി ഒന്ന് കുക്കറിൽ വേവിക്കും, എന്നിട്ടാണ് ഞാൻ ഇതിനെ ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തിട്ട് അത് ചേർക്കുന്നത്. ഇന്ന് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ഞാൻ ഇങ്ങനെ ഉഴുന്നും കടുകും പൊട്ടിച്ചിട്ട് ഇത്തിരി സവാളയും കറിവേപ്പിലയും ഇട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ലാപ്സി ഒന്ന് കഴുകിയിട്ട് ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് ആദ്യം ഒന്ന് വെക്കും. എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് വെന്ത് ആ വെള്ളം ഒന്ന് വറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നീ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അല്ലാത്ത വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാം. കാരണം ഈ കൊണ്ടുവന്ന ലാപ്സിയും രണ്ട് തരത്തിലുള്ള ലാപ്സിയുണ്ട്. കുഞ്ഞ് പൊടിയായിട്ടുള്ള ലാപ്സിയുണ്ട്, ഇച്ചിരി നല്ല നമ്മുടെ ഈ പൊടിയരി ഉണ്ടല്ലേ അതുപോലുള്ളത് കൊണ്ട്. പക്ഷേ ഇത് അങ്ങനെ പൊടിയരി പോലുള്ളത് അറിയിച്ചാൽ കൊണ്ട് അതുകൊണ്ട് ഇത്തിരി വേവാൻ സമയമെടുത്ത്. അപ്പോൾ ഈ ചട്ടി ഇത്തിരി ഇതായതുകൊണ്ട് ഇങ്ങനെ ചൂട് നിന്ന് ഇങ്ങനെ നല്ലതായിട്ട് ചൂട് കിട്ടും. അപ്പോൾ അതനുസരിച്ച് അത് ആദ്യത്തെ ആ വെള്ളം ഒന്ന് വറ്റിയാണ് ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ റിപ്പീറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുവേ. അപ്പോൾ ഇതിത്തിരി സമയം എടുക്കും, ഇത്തിരി മെനക്കേട് പരിപാടിയാണ് ഇത്. പക്ഷേ ടേസ്റ്റ് മറ്റേതാകുമ്പോൾ ഒരു ഇച്ചിരി ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതിനേക്കാൾ കഴിക്കാൻ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഇന്നലെ ഡിമാർട്ടിൽ റേച്ചാൻ കീഴറിനെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. റേച്ച ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ വാങ്ങിച്ചത്, എനിക്കിതിങ്ങനെയുള്ള നൂഡിൽസ് ഇഷ്ടമല്ല. ചോവിന് ചുമ്മാ അവർ റെഡിമെയ്ഡാണെന്ന് പറഞ്ഞ് നോക്കിയതാണ്. ചോവിനൊന്നും അങ്ങനെ ഒരു ടേസ്റ്റ് ഒന്നും കാണത്തില്ല. ഇവർക്കൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അതാ ഇന്ന് ഇവർക്ക് കൊടുക്കുന്നത്. രാവിലെ തൊട്ട് ഇതും കൈ പിടിച്ചുകൊണ്ട് ഒരാൾ നടക്കുക. അവന് പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ പൊളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനിവിടുന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത്. അവർക്കൊക്കെ നൂഡിൽസ് ഇന്ന് ഇങ്ങനെയുള്ളതായിരുന്നു, റെഡിമെയ്ഡ് ആയിരുന്നു. പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അതിൻ്റെ മസാലയുണ്ട്. ഞാൻ ചിന്തിച്ച് മസാല ഇത്തിരി കൂടുതലായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇത് മൊത്തം വേണമെന്ന്. അങ്ങനെ അവൻ ഇടന്ന് പറഞ്ഞ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയും നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. എൻ്റെ ബ്രദർ ഷിപ്പിലൊക്കെ ജോലിയുള്ളപ്പോൾ അവരുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരം ഇതായിരുന്നു. പിന്നെ ഇങ്ങനെ കപ്പിൽ കിട്ടുന്നത് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് അവർ എടുത്ത് കഴിക്കും. അതവിടെ എടുത്ത് മാറ്റി വെച്ച സമയം തൊട്ട് പ്രൈസൻ പുറകേ ആയോ 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 എന്നും പറഞ്ഞു. പിന്നെ അതെടുത്ത് കൊടുത്ത്. പക്ഷേ എനിക്ക് മറ്റേ നൂഡിൽസിൻ്റെ അത്ര ഇതങ്ങോട്ട് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടമായി, അങ്ങനെ കൊടുത്തു. അപ്പോഴത്തേക്കിന് നമ്മുടെ ലാപ്സി നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പോളിനൊന്നും ഇത് ഇഷ്ടമല്ല. അപ്പം പപ്പ കഴിച്ചുകൊണ്ടിരുന്ന ഞാനാണെങ്കിൽ ഇതിൽ പഴം കൂട്ടിയൊക്കെ കഴിക്കും, നമ്മൾ മറ്റേ ഉപ്പുമാവ് കഴിക്കുന്നതല്ല. റേച്ചാൻ അതിനൊന്നും വേണ്ട, പഞ്ചസാരയും അതൊന്നും ഇഷ്ടമല്ല റേച്ചാൻ. അങ്ങനെ റേച്ചാൻ കഴിക്കും. പോൾ ഒരു സ്പൂൺ കഴിച്ചിട്ട് പറഞ്ഞു, മമ്മി കാരണം ഈ രീതിയിൽ ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, ഒന്നേലൊന്നേ തൊടാതെ ഇരിക്കും. അപ്പോൾ അവൻ പറഞ്ഞ് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വെള്ളമൊക്കെ കുടിക്കാൻ തിളപ്പിക്കാൻ വെക്കണമായിരുന്നു. അതൊക്കെ ഒന്ന് വെച്ചു. അപ്പോൾ എന്നോട് 1-2 പേര് ഈ ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ചോദിച്ചു. അപ്പം ഞാൻ ഇന്ന് അതിൻ്റെ ഒന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. ടൊമാറ്റോ ചട്നി വയ്ക്കാൻ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും അതാ നല്ലത്. ഇച്ചിരി ഓയിൽ നമുക്കിതിന് വേണ്ടി വരും. ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി കടുകും, 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ
ജീരകവും. ഇതുപോലുള്ള വലിയ അല്ലി വെളുത്തുള്ളി അതൊരു 5-6 വേണേ. ഞാനത് വട്ടത്തിലരിഞ്ഞത്. ഇതിലേക്കൊരു 2 സവാളയും ഒരു 5-6 പച്ചമുളക് കീറിയതും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ. അപ്പോൾ ഇത് സവാളയൊക്കെ ഒന്ന് നന്നായി വഴന്ന് ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത്. ഇത്രയും കാര്യമേ ഉള്ളൂ. പിന്നെ ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരുന്നാൽ മതി. ഒരു പരിപാടിയില്ല. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് രാവിലെ അങ്ങ് ചെയ്യാൻ നോക്കണം. സമയം ഒത്തിരി എടുക്കത്തില്ല ഇത് വഴന്ന് വരാൻ. ഞാൻ മുളക് പൊടി അങ്ങ് വിട്ടുപോയി ഞാൻ കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടി മൂത്തിട്ട് ഇതിട്ടാൽ മതി. 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടേ. മല്ലിപ്പൊടി ഞാനൊരു 4 ടീസ്പൂൺ ഇട്ടു. അപ്പോൾ എനിക്കിത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടത്. ഇതൊരു 3/4 കിലോയോളം അടുപ്പിച്ച് ടൊമാറ്റോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര എടുത്ത്. അതിനൊക്കെ കുറച്ചാണെങ്കിൽ അതനുസരിച്ച് പൊടികൾ ചേർക്കുക. അപ്പോൾ നിങ്ങൾ ആ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടില്ലേ, ആ സമയത്ത് തന്നെ ഈ പൊടികളോട് ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ടൊമാറ്റോ ചേർത്താൽ മതിയേ. ഞാനില്ല അറിയാതെ അങ്ങ് ടൊമാറ്റോ എടുത്തിട്ട് പോയതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത്തിരി ഒന്ന് ഇളക്കിയുണ്ടേ എനിക്ക് ഇച്ചിരി മുളക് പൊടി കുറവായിട്ട് തോന്നി. അപ്പം ഞാൻ ആദ്യം 3 ടീസ്പൂണല്ല ഇട്ടേ. പിന്നെ 1 ടീസ്പൂൺ കൂടി ഇപ്പോൾ ഇട്ട്. 2 മല്ലിപ്പൊടി 4 മുളക് പൊടി 4. എന്നിട്ട് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തീ ഒന്ന് കുറച്ചിട്ട് ചെറിയ തീയിൽ അടച്ചവിടെ വയ്ക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതെനിക്ക് വയ്യാതിരുന്ന ദിവസത്തിൻ്റെ പിറ്റേന്നുള്ള. എനിക്കാണെങ്കിൽ മേപ്പോട്ട് നോക്കി തുണി ഇങ്ങനെ ഇടാൻ തലയ്ക്ക് ഭയങ്കര വേദന. അതുകൊണ്ട് പോൾമോൻ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഇതിങ്ങനെ തുണി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇടാനായിട്ട് പറ്റുന്നില്ല, കമ്പേ കുത്തി. അപ്പം ഞാനൊന്ന് അതെല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിയാൽ കുറച്ച്. കുറേ നേരം കൊണ്ടാണ് അങ്ങോട്ടിടുന്നു പാവാട ഇങ്ങോട്ടിടുന്നു. ആസാം കാര്യം അല്ലടാ മോനെ. ആ അറിയാം. ഇതുകൂടെ ഇടും. അങ്ങനെ ചെയ്താൽ മതി. പ്രൈസൻ അവൻ്റെ പിസ്റ്റണും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൊച്ചു പിടുത്തമൊക്കെ ഇട്ടു. क्या बोला भाई? मैं पापा को गुड बॉय बोला था, बच्चा गुस्सा हो गया. मेरा गलती है क्या? गुड बॉय बोलने का एक भाई तू शांत बैठ, समझा ना? അവിടെ റേച്ചാരവിടെ ഷട്ടിടാതിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അങ്ങനെ എടുത്ത് തന്നെ പള്ളു പറയും. അതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്തില്ല. അവന്മാരുടെ കുറച്ച് സംഭാഷണങ്ങളുണ്ടായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ടൊമാറ്റോയൊക്കെ ഞാനൊന്ന് ഇളക്കി ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വേവട്ടെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് അവിടെ കിടക്കട്ടെ. അത് ശരിക്കങ്ങ് സോഫ്റ്റ് ആയിട്ടില്ല. ഇപ്പം ഇങ്ങനെ വെള്ളം കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്നതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ അങ്ങ് മാറും. ഈ ലൂസിലെടുക്കുന്നതാണ് നല്ലത് ചപ്പാത്തിക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ. അപ്പം ഞാൻ ആ തവിയുടെ പുറകു വശം കൊണ്ടുവന്ന് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ചേർത്താൽ മതി. ഈ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൊമാറ്റോയുടെ പുളിപ്പും മസാലയുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേ. എന്നോട് മീൻകറിയുടെ റെസിപ്പി ചോദിച്ച ആൾക്കാണ് ഇന്നത്തെ റെസിപ്പി.
എനിക്ക് കിട്ടിയത് മത്തിയാ. നല്ല വലിയ മീനിലൊക്കെ ചെയ്യുമ്പോൾ കുറേ കാണാൻ രസമാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക്, ഇത്രയും ഒരു 1/4 ടീസ്പൂണൊന്നും ഇല്ല ഉലുവ, ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 1-2 തണ്ട് കറിവേപ്പില, ഇച്ചിരി ഒന്ന് വാടി വരട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പം ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഒരു 7 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് ഒട്ടും എരിവുള്ളതല്ല. അതിങ്ങനെ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് നന്നായി ആ അരപ്പൊന്ന് വേവിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മല്ലിപ്പൊടി ചേർക്കുന്നില്ലെന്ന്. അഥവാ നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അങ്ങാണം ചേർക്കാം. അരപ്പൊന്ന് വേവട്ടെ. ചെറിയ തീയിലിട്ട് നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. മസാലയുടെയൊക്കെ പച്ചമണം പോയി ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഓയിൽ വരുന്നുണ്ട്. ഇനി നമുക്കിച്ചിരി ഞാൻ ആ പാത്രം ഒന്ന് കഴുകി കുറച്ച് വെള്ളം, പുളിവെള്ളവും ചാറിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഒത്തിരി വെള്ളമാക്കണ്ട കേട്ടോ. എത്ര മീനുണ്ടോ അതനുസരിച്ച്. ഇപ്പം എൻ്റെ കയ്യിൽ ഇച്ചിരി മീൻ ഉള്ളത് കൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഇങ്ങനാണേലും മീനിൻ്റെ മുകളിൽ പരക്കെ വെള്ളം നിൽക്കാവും. ഇതിലേക്ക് ഉപ്പൂടിട്ട് കൊടുക്കാം. ഇനി ആ അരപ്പിച്ചിരി ഒന്ന് അനന്ന് വരട്ടെ. ഇനി നമുക്കിതിലോട്ട് മീൻ വറുക്കിടാം. ഇത് മത്തി ആയതുകൊണ്ടേ ഇത് ചെറുതായതുകൊണ്ട് ഞാൻ കണ്ടിക്കുന്നില്ല. അതിങ്ങനെ മീനിൻ്റെ മുകളിൽ പരക്കെ വെള്ളം കാണാതെ ഞാൻ ഉലുവാപ്പൊടിയും കൂടെ ഇപ്പോഴങ്ങ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ. ഇതിപ്പോൾ ഒരു ഇച്ചിരി ചാറുണ്ട്. തിളച്ച് വരുമ്പം മീനിൻ്റെ അകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി ഇച്ചിരിയും കൂടെ ആവും. ഇത്രയും ചാറ് വേണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പിള്ളേർക്ക് ഇച്ചിരി ചാറ് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചാറാക്കിയത്. കൊച്ചവൻ ഈ മത്തി ആണെങ്കിലും മീൻ കഴിക്കാറില്ല, ചാറ് വേണം അവന്. കൊച്ചാക്കി മുള്ളു പേടിയാണ്. ഈ കേര അങ്ങനെയൊക്കെയുള്ള മീനാണെങ്കിൽ അവനിഷ്ടമാണ്. അപ്പോൾ ഇവർക്ക് മെയിനായിട്ടും മീൻ ചാറ് വേണം. അപ്പോൾ അതവിടെ അടപ്പത്തിട്ടിട്ട് ഞാൻ പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പം നന്നായി ഇച്ചിരി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടാൽ കുറേയും കൂടെ മീൻകറിക്കൊക്കെ നല്ല ഫ്രഷ് കറിവേപ്പിലയൊക്കെ ഇടുമ്പോഴാണ് അതിൻ്റേതായ ഒരു മണം കിട്ടുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഇത്തിരി വാടി ഇച്ചിരി ഒന്ന് ഇതായതാണ്, ഫ്രഷ് കറിവേപ്പിലയല്ല. അതുകൂടി ഇട്ട് കൊടുത്തേക്കാം. ഇപ്പം എന്നാണ്ട് ഇത്തിരി ചാറുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുന്നുണ്ടേ ഇച്ചിരിയും കൂടെ ഒന്ന് വറ്റി കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ഇച്ചിരി ചാറോടുകൂടിയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വേണേൽ കുറയ്ക്കുക, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ എന്നാണ്ട് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറ് പക്ഷേ നല്ല കൊഴുപ്പുള്ള ചാറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.